കർണാടകയിലെ മൂഢ ഭൂമി കുംഭകോണ കേസിൽ കുരുങ്ങി കോൺഗ്രസ്. കേരളത്തിൽ ഇ ഡിയെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് കർണാടകയിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഇ ഡി എടുത്ത കേസിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതേസമയം ഭൂമി തിരികെ നൽകി കേസിൽ നിന്ന് തലയൂരാനുള്ള ശ്രമവും സിദ്ധരാമയ്യയുടെ കുടുംബം നടത്തുന്നുണ്ട്. കർണാടകയിൽ വികസനത്തിന് ഭൂമി വിട്ടുകൊടുത്തതിന് പകരമായി മൈസൂർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇരട്ടിയിലേറെ മൂല്യമുള്ള ഭൂമി അനുവദിച്ചുവെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും കുടുംബത്തിനുമെതിരായ ആരോപണം. ലോകായുക്ത പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇ ഡിയും കേസെടുത്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഭാര്യ പാർവതി, ഭാര്യാ സഹോദരൻ മല്ലികാർജുന സ്വാമി, സ്ഥലമുടമ ദേവരാജു എന്നിവർക്കെതിരെയാണ് ഇ ഡി കേസ്. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാനും സ്വത്ത് കണ്ടുകെട്ടാനും ഇ ഡി നീക്കം നടത്തുമ്പോൾ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. ഇ ഡി കൂടി കേസെടുത്തതിന് പിന്നാലെ വിവാദ ഭൂമി തിരികെ നൽകി കേസ് ഒഴിവാക്കാനുള്ള നീക്കമാണ് സിദ്ധരാമയ്യയുടെ കുടുംബം നടത്തുന്നത്. മുടയിൽ പതിച്ചു നൽകിയ 14 പ്ലോട്ട് ഭൂമി തിരിച്ചു നൽകാൻ തയ്യാറാണെന്ന വാർത്താക്കുറിപ്പിലൂടെയാണ് സിദ്ധരാമയ്യയുടെ ഭാര്യ ബി എൻ പാർവതി അറിയിച്ചത്. തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ആധാരങ്ങളും റദ്ദാക്കണമെന്ന് പാർവതി അധികൃതർക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭാര്യയുടെ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും അതിനെ ബഹുമാനിക്കുന്നുവെന്നുമാണ് സിദ്ധരാമയ്യയുടെ പ്രതികരണം. കേരളമടക്കം കോൺഗ്രസ് ഇതര പ്രതിപക്ഷ സർക്കാരുള്ള സംസ്ഥാനങ്ങളിൽ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിനെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന കോൺഗ്രസിന് കർണാടക കേസിൽ മിണ്ടാട്ടമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കേവലം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി കേരള മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുക്കാത്തതെന്താണെന്ന് ചോദിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് കർണാടക മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ നിലപാടെന്താണെന്ന ചോദ്യമുയരുന്നു. മുടാഭൂമി തിരികെ നൽകി കേസെടുക്കാനുള്ള നീക്കത്തിലൂടെ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കുടുംബം തുറന്നു സമ്മതിക്കുകയാണെന്ന ആക്ഷേപമുയരുകയാണ്. കൈരളി ന്യൂസ്, ബംഗളൂരു.